എന്റെ കാര്യം ഒന്ന് സാറിനെ കാണാൻ ഒരാൾ വന്ന് നിൽക്കുന്നു. വരാൻ പറയൂ. അതില്ലേ ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സാറിന് എന്നെ പരിചയമില്ലെന്ന് തോന്നുന്നു. പരിചയപ്പെടേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സാർ എന്നെ ഒന്ന് രക്ഷിക്കണം. അതിന് നിങ്ങളെ ഞാൻ ശിക്ഷിച്ചില്ലല്ലോ. തൊട്ട കൈ കൊടുക്കാണല്ലോ സർ. പ്ലീസ് ഹെൽപ്പ് മീ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്റെ പേര് സുഗുണേന്ദ്രൻ. പക്ഷെ ഒരു ഗുണമില്ല സർ. BSc ജയിച്ചവന്. വേറെ എന്തുകൊണ്ട് വിശേഷം? വേറെ ഒരുപാട് വിശേഷങ്ങളുണ്ട് സർ. 5 സഹോദരിമാരുണ്ട്. അമ്മയ്ക്ക് വാദം, അച്ഛൻ വേറെ പെണ്ണ് കെട്ടി സാർ. നിങ്ങൾ വന്ന എന്തിനാണെന്ന് പറയൂ. സാറ് ചൂടാകരുത്. വേറെ ഒരു മാർഗവും ഇല്ലാത്തോണ്ട് വന്നതാണ്. സാർ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി തരണം. ഇത് സർക്കാർ ഓഫീസാണ്. ഇവിടെ ജോലി വേണമെങ്കിൽ PSCയുടെ നിയമനം വേണം. അതെനിക്കറിയാം സർ. PSCയുടെ ടെസ്റ്റ് എഴുതി ഞാൻ മടുത്തു. ഇനി സാറ് വിചാരിച്ചാൽ എനിക്കൊരു ജോലി ഉണ്ടാക്കി തരാൻ കഴിയും. അതെങ്ങനെ? വലിയ വലിയ കോൺട്രാക്ടർമാർ പലരും ഇവിടെ വരാറില്ലേ? സാർ അവരുടെ നേരെ ഇങ്ങനെ ഒന്ന് വിരൽ അനക്കിയാൽ മതി, എനിക്കൊരു ജോലി കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി തന്നേക്കും. തൊഴുതുകൊണ്ട് തരും സർ. പക്ഷേ ഞാൻ പറയില്ല. അതെന്താ സാർ? ഞാൻ പറഞ്ഞിട്ട് അവരെന്തെങ്കിലും ചെയ്താൽ അവർ പറയുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടി വരും. കോൺട്രാക്ടർമാരുമായി അങ്ങനൊരു ബാധ്യത ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായോ? പോണം. ഞാൻ വന്ന സമയം തെറ്റിപ്പോയി. അല്ലെങ്കിൽ സാർ ഇങ്ങനെ പറയില്ല. ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് ഇതുപോലൊരു മോഹം ഉണ്ടാവില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. സാറിന്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. കാണണമെന്നില്ല. പോണം പോണം. രാവിലെ ഓരോ ശല്യങ്ങൾ വലിഞ്ഞേറി. ഗുഡ് ഈവനിങ് സർ. എന്നെ കണ്ടാ സാറ് മൂഡ് ഔട്ട് ആവുമെന്ന് എനിക്കറിയാം. എങ്കിലും വരാതെ നിവൃത്തിയില്ല. ഞാനിന്നൊന്നും കഴിച്ചിട്ടില്ല. എനിക്കൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം തരുമോ സർ? അതിന് ഇത് ഹോട്ടലൊന്നും അല്ല. ഹോട്ടൽ അല്ലെങ്കിൽ ഒരു വീട്ടിലല്ലേ സാർ? അല്ല, വീടല്ലേ സാർ? ഇവിടെ ആരുമില്ല. എല്ലാരും വെക്കേഷന് പോയിരിക്കുക. ഞാൻ ആഹാരം കഴിക്കുന്ന പോലെ ഹോട്ടലിൽ നിന്നാ. അയ്യോ സാർ, സാർ ഹോട്ടലിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത്? നല്ല വയറല്ലേ സാർ? എന്തിനാ അത് കേടാക്കി കളയുന്നത്? സാറിന് നല്ല ഒന്നാന്തരം ചാപ്പാട് ഞാൻ ഉണ്ടാക്കി തരാം. ഈ സുഗുണേന്ദ്രൻ ഉണ്ടാക്കി തരാം. വേണ്ട വേണ്ട. ഇവിടെ പാചകക്കാരൊക്കെ ഉണ്ട്. വെക്കേഷൻ പാർട്ടി തിരിച്ചു വരുമ്പോ അവരൊക്കെ വന്നോളൂ. അവര് വന്നോട്ടെ സാർ. അതുവരെ ഞാൻ പാചകം ചെയ്യാം. അതുകൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ്. 1, സാറിന് നല്ല ആഹാരം കഴിക്കാം. 2, അത്രയും ദിവസമെങ്കിലും എനിക്ക് പട്ടിണിയില്ലാതെ കഴിയാം. 3, സാറിന് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും തന്നാൽ അതെനിക്ക് വീട്ടിലോട്ട് അയക്കാം. തൊഴിലില്ലാത്ത ഒരു അഭ്യസ്ത വിദ്യന്റെ ദയനീയമായ അപേക്ഷയാണ് സാർ. സാർ എന്നെ കൈവടിയരുത്. അതിരിക്കട്ടെ, തനിക്ക് പാചകം ചെയ്യാൻ അറിയോ? എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ തീരെ ശരിയായില്ല. സാർ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ നല്ല ഒന്നാന്തരം പാചകക്കാരനാണ് സാർ. അവാർഡ് പാചകക്കാരൻ. പിന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് എനിക്കത് ഇതുവരെ കിട്ടിയില്ല. ശരി, തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യം. വാ. മതി മതി, തൊഴുതു മതി. വാ. ഇതാണ് അടുക്കള. വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. വൈകിട്ടത്തെ ആഹാരം ശരിയാക്ക്. ചോറും കറിയും മതിയല്ലോ സാർ? മതി. ഊണ് മോശമാണെങ്കിൽ അപ്പ സ്ഥലം വിട്ടോണം. ഓക്കെ? ഓക്കെ സാർ. സാർ ബാക്കി മുറികളെല്ലാം പൂട്ടിയിട്ട് വയ്ക്കുള്ളൂ. തിരിച്ചു വരുമ്പോഴേക്കും അത്താഴം റെഡി. ശരി. ഒരു ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ഞാൻ എങ്ങനെ പാചകം ചെയ്യും? എന്റെ ഗുരുവായൂരപ്പാ, ഈ പരീക്ഷണത്തിൽ നീ എന്നെ കൈവടിയരുതേ. നിന്റെ അച്ഛന്റെ കൈയും പിടിച്ച് ഞാൻ പാലക്കയെ കൂടെ വരികയായിരുന്നു. നടുക്കി വന്നപ്പോ നിന്റെ അച്ഛനെ കാല് തെറ്റി പൊത്തോന്നൊരു വീഴ്ച. എന്നെ രക്ഷിക്കണം. ഈശ്വരനെ ഓർത്ത് എന്നെ രക്ഷിക്കണം. നിങ്ങൾ ആരാ? ഞാൻ സുഗുണേന്ദ്രൻ. എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല, ഉണ്ടാകും. അതിനു മുമ്പ് എന്നെ രക്ഷിക്കണം. ഞാനൊരു BScക്കാരനാണ്. തൊഴിലില്ല. 5 സഹോദരിമാരുണ്ട്. അമ്മയ്ക്ക് വാദം, അച്ഛൻ വേറെ പെണ്ണ് കെട്ടി മൂലമറ്റത്തേക്ക് പോയി. എന്നെ കൈവിടരുത്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം പ്രധാനപ്പെട്ടതാണ്. താനും ഏതാദ്യം പറയണമെന്ന് ഒരു നിശ്ചയമില്ല അമ്മജി. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ആ ബംഗ്ലാവിൽ നിന്ന്. അവിടുത്തെ അരിവെപ്പുകാരനായിട്ട് ഇപ്പൊ ഒരു നിയമനം കിട്ടി. ആ തൊഴിൽ മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ അതൊന്ന് പഠിപ്പിച്ചു തരണം. പഠിപ്പിച്ചു തരാനോ? അത് കൊള്ളാം. ഇന്ന് രാത്രിയിലത്തെ ഊണ് കലക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ തട്ടിയും മുട്ടിയൊക്കെ നിന്നോളാം. ഈശ്വരനെ വിചാരിച്ച് എന്നെ കൈവിടരുത് അമ്മജി. എന്ന് പറഞ്ഞാൽ കാലില്ലാത്ത എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
അയ്യോ കാലെവിടെ പോയി അമ്മച്ചി? ഒരു കാറപകടത്തിൽ മുറിഞ്ഞു പോയി മോനെ. ഈ കൊച്ചിനോ? എനിക്ക് കാലുണ്ട്. ഓ ദൈവാധീനം, ഒന്ന് സഹായിച്ച കുഞ്ഞെ, മോക്ഷം കിട്ടും. പിന്നെ വേറൊന്നും വേണ്ടേ? അമ്മേ, അമ്മയുടെ മകനാണെന്ന് കരുതിയാ മതി അമ്മേ. എന്റെ ശരീരത്തിൽ ചോരയില്ലമ്മേ. ആശുപത്രിയിൽ ചെന്ന് ചോര വിറ്റാണമ്മേ ഓരോ സ്ഥലത്തും ഇന്റർവ്യൂവിന് പോകാനുള്ള പണം ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവസാനത്തെ പ്രാവശ്യം ചോര വിൽക്കാൻ ചെന്നപ്പോ ഡോക്ടർ എന്നെ പിടിച്ച് ആശുപത്രി കിടത്തി. ശരീരത്തിൽ ചോരയില്ലമ്മേ. അവിടുന്ന് ഒളിച്ചോടി പോന്നവനാണ് അമ്മേ ഞാൻ. ഈ അരിവെപ്പ് ജോലിയൊന്നും എനിക്ക് കിട്ടിക്കോട്ടമ്മേ, ഒന്ന് സഹായിക്കാൻ പറയമ്മേ. മോളെ, വിദ്യാഭ്യാസമുള്ള ഒരു പയ്യനല്ലേ, ഒന്ന് സഹായിച്ചു കൊടുത്തേര്. അരിവെപ്പുകാരനായിട്ടെങ്കിലും ജീവിച്ചോട്ടെ. അത് ശരിയാണോ അപ്പച്ചി? വല്ലവരുടെ അടുക്കള കയറി അവരറിയാതെ പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മോളെ? എന്നാലും അവരറിഞ്ഞ മോശമല്ലേ അപ്പച്ചി? അവരറിയാതെ ഞാൻ നോക്കിക്കൊള്ളാം. സാറ് കളി കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ കുഞ്ഞിരിഞ്ഞ് പോരാം. ഒന്ന് സഹായിക്കുഞ്ഞേ പ്ലീസ്. ചെല്ല് മോളെ, ഇനി എന്തായാലും മടിയൊന്നും പറയണ്ട, ചെല്ലേ. എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല. എന്നാലും അപ്പച്ചി നിർബന്ധിക്കുന്നോണ്ട് ഞാൻ പോകാം. ഓ എന്റെ ഗുരുവായൂരപ്പാ, വന്നട്ടെ കുഞ്ഞെ, വന്നട്ടെ. ചെല്ലേ. കുഞ്ഞെ, അവിയൽ നീ കായ എങ്ങനെ എരിയും? തൊലി കളഞ്ഞ് ഇത്രേശ നീളത്തിൽ കഷ്ണിച്ചെടുക്കും. അരി എന്തോ നോക്കൂ. കുഞ്ഞ് തന്നെ നോക്കിയാട്ടെ. ഇച്ചിരൂടെ വേകണം. വേവട്ടെ വേവട്ടെ. സുഗുണേന്ദ്ര, താൻ ആള് കൊള്ളാലോടോ. സമയം തീരെ ഇല്ലാതെ പോയി. അല്ലെങ്കിൽ എന്തെങ്കിലും കൂടിയൊക്കെ. ഇനിയും വിഭവങ്ങളോ? ഇത് തന്നെ വളരെ കൂടുതൽ. എല്ലാം തിടുക്കത്തിലായിരുന്നു. കറികളൊന്നും ശരിയായിട്ടുണ്ടാവില്ല. ഇതിനേക്കാൾ നല്ല കറികളോ? ഉഗ്രൻ ഉഗ്രൻ. അത് സാർ ഒരു പങ്കാക്ക് പറഞ്ഞാണെന്ന് എനിക്കറിയാം. അങ്ങനെയല്ല സുഗുണേന്ദ്രൻ, ഇത്രയും നല്ല കറികൾ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. എന്തൊരു സ്വാദാണ്. സാറിന്റെ സന്മനസ്. ഏതായാലും അമ്മ വരുന്നവരെ ഈ പരിപാടി അങ്ങ് നീങ്ങട്ടെ. ബാക്കി കാര്യം അത് കഴിഞ്ഞാലോചിക്കാം. ആളൊരു പാവാണെന്ന് തോന്നുന്നു. അവനെ കണ്ടിട്ട് ബോംബെയിലുള്ള എന്റെ മോൻ ശ്രീധരനെ പോലിരിക്കുന്നു. ശരിയാ അപ്പച്ചി, അയാൾക്ക് ശ്രീയേട്ടന്റെ മുഖച്ചായുണ്ട്. ആ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ഒന്ന് ജീവിച്ചു പോകണമെങ്കിൽ എന്തെല്ലാം വേഷം കെട്ടണം. മോള് കിടക്കുന്നില്ലേ? നേരം ഒത്തിരിയായി. സുഗുണേന്ദ്ര, സാർ, ഇന്ന് ഉച്ചയ്ക്ക് എങ്ങനെ? മട്ടനും ഫിഷും രാവിലെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. എങ്കിൽ ഫിഷ് മോളിയും മട്ടൺ ചോപ്സ് ആയിക്കോട്ടെ. ഏറ്റ് സാർ. അങ്ങനെ അങ്ങോട്ട് തകർക്കണോ? തകർക്ക്. ഫിഷ് മോളിയും മട്ടൻ ചാപ്സും, വേറെ ഒന്നും വേണ്ട. എന്റെ മീനാക്ഷി അമ്മേ രക്ഷിക്കണേ. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സഹായിച്ചു കൊടു മോളെ. ആ നിൽപ്പ് കണ്ടില്ലയോ? അയ്യോ അപ്പച്ചി, എനിക്ക് ഓഫീസിൽ പോണ്ടേ. സാരമില്ല മോളെ, പോകുന്ന വഴിക്ക് ഒന്ന് കയറി ശരിപ്പെടുത്തി കൊടുത്തിട്ട് മോള് പൊയ്ക്കോ. ഫിഷ് മോളിയും മട്ടൻ ചാപ്സും ഇതിന്റെയൊക്കെ പേര് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കുഞ്ഞേ. എങ്കിൽ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന എന്തിനാ? ഞാൻ നിരപരാധിയാണ് കുഞ്ഞേ. ഇന്നലത്തെ ഊണിന്റെ സ്വാദാണ് ഈ ചതി ചെയ്തത്. കുഞ്ഞ് രക്ഷിച്ചില്ലേ ഞാൻ ചാപ്സ് ആയി പോവും. അമ്മച്ചി ചെല്ലു മോളെ. ശരി വാ. ഗീത വരാൻ പറയും. അവരിതുവരെ വന്നില്ല സാർ. മണി 11 ആയല്ലോ. ഇനി വന്നില്ലേ? ഇല്ല സാർ. ഗീതേ, 1.5 മണിക്കൂർ ലേറ്റാണല്ലോ. ലേറ്റ് മാർക്ക് ചെയ്യണം. ഏതായാലും സാറിനോട് ചോദിച്ചിട്ട് ഒപ്പിട്ടാ മതി.
സാർ നോക്കുന്നത്? മേശയുടെ താക്കോല് കാണുന്നില്ല. കാപ്പ് കുടിച്ചപ്പം വീട്ടിലെ ഡൈനിങ് ടേബിൾ വെച്ചെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. സബോള വട്ടത്തിലരിയോ? വട്ടത്തിലരിഞ്ഞാലും നീളത്തിലരിഞ്ഞാലും എന്താ ഗീതകുഞ്ഞ് വ്യത്യാസം? സവാള സവാള തന്നെയല്ലേ? ഓരോ കറിക്കും ഓരോ രീതിയിലാണ് അരിയേണ്ടത്. അതാണ് അതിന്റെ ചിട്ട. ആഹാ, വട്ടത്തിലേക്ക് വട്ടത്തിൽ. ദാ. ഗീതകുഞ്ഞ്, കുഞ്ഞിന്റെ ചാപ്സ് ഉണ്ടല്ലോ, ചാറ് പോലും കളയാതെ മുഴുവൻ സാറ് കഴിച്ചു. ഒരു എല്ല് പോലും എനിക്ക് കിട്ടിയില്ല. നിങ്ങള് കാരണം എന്റെ ജോലി പോകുന്ന തോന്നുന്നത്. അയ്യോ, അതെന്താ കുഞ്ഞേ? തനിക്ക് ചാപ്സും മൂളിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ ഓഫീസ് ചെന്നപ്പോ താമസിച്ചു പോയി. അന്ന് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ച് പറഞ്ഞു വിട്ടു. ഇന്നെന്താവും എന്തോ. കുഞ്ഞിനൊരു ദോഷവും വരില്ല. പാവപ്പെട്ട എന്റെ അമ്മയും സഹോദരിമാരും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കും. ആ, വേഗാട്ടെ. വട്ടത്തിലരിഞ്ഞു. എന്റെ വന്ന് സാറേ, സവാള സവാള. നിൽക്കൂ. ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? ഗീത ഉണ്ടാക്കി തന്ന സ്വാദുള്ള ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഞാൻ ഗീതയെ അധിക്ഷേപിച്ചു, ശകാരിച്ചു. ദുഃഖമുണ്ട്. ക്ഷമിക്കും. ഞാൻ പിന്നെ വിശദീകരണം ഒന്നും വേണ്ട. എല്ലാം മനസ്സിലായി. അല്പം താമസിച്ചാണെങ്കിലും. ഇത് നീ ഭയങ്കരമായി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. പൊയ്ക്കോളൂ. ഞാൻ പോകുന്നു സാർ. ഇത് അടുക്കളയുടെ താക്കോൽ. ഈ ഫിഷ് മോളിയും മട്ടൺ ചോപ്സും ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാ പറഞ്ഞേ? ശവത്തി കുത്തരുത് സാർ. മടങ്ങി മുന്നേ മടലൊടിച്ചടിക്കുന്നത് ദൈവദോഷമാണ് സാർ. തന്നെ വിട്ടിയാക്കി അല്ലേ? തന്നെ അങ്ങനെ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അയ്യോ, എന്നെ പോലീസിൽ എത്തിക്കില്ലേ സാർ. ഒരു കുടുംബം വഴിയാകാരമായി പോകും സാർ. കേടാത്ത സാർ, അയ്യോ പറഞ്ഞു കൊടുത്തിരിക്കും മോളെ. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് കയറി വരേണ്ട കാര്യമുണ്ടോ? എങ്ങനെയായാലും എല്ലാ വിവരങ്ങളും സാർ അറിഞ്ഞു. സോണിന്റെ പണി പോയത് തന്നെ. നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് അത് പ്രയോജനപ്പെടാതെ പോയല്ലോ മോളെ. അമ്മജി, അമ്മജി, ഗുരുവായൂരപ്പൻ രക്ഷിച്ചു. ഗീതകുഞ്ഞെ രക്ഷപ്പെട്ടു. പിടിച്ച് പോലീസിൽ എത്തിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ എന്തുണ്ടായി? എന്തുണ്ടാകാൻ? വെക്കേഷൻ പാർട്ടി തിരിച്ചു വരുന്നവരെ സർവീസ് തുറന്നോളാം ഉത്തരവായി. കുഞ്ഞിന്റെ കറിയുടെ രക്ഷപ്പെട്ടെന്ന് പറമോനെ. എല്ലാ അമ്മച്ചിയുടെയും ഗീതക്കുഞ്ഞിന്റെയും സന്മനസ്സുകൊണ്ടാണ്. ഒരു സഹായം കൂടി ചെയ്തു തരണം. അത് ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലാനാണ് സാർ എന്നെ വിട്ടിരിക്കുന്നത്. ഇനി എന്ത് സഹായമാ? പാചകം അറിഞ്ഞുകൂടാത്ത ഞാൻ വെറും ഒരു തീറ്റിപ്പണ്ടമായിട്ട് ഇനി അവിടെ കഴിയുന്നത് ശരിയാണോ? അതുകൊണ്ട് ഇന്നു മുതൽ ചോറ് മാത്രം ഞാൻ അവിടെ വെക്കുന്നു. കറി ഇവിടെയും. ബുദ്ധിമുട്ടാകുമോ? ബുദ്ധിമുട്ടാകും. എന്ത് ബുദ്ധിമുട്ട്? നമ്മൾ ഏതായാലും ഇവിടെ കറി വെക്കുന്നില്ലേ? അക്കൂട്ടത്തിൽ ഒരല്പം കറി അങ്ങോട്ടും തരുന്നു. കൊണ്ടുവരണ്ട, ഞാൻ ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ചോണ്ട് വെച്ചോളാം. ബുദ്ധിമുട്ട് വരുന്നില്ലേ? വേണ്ട വേണ്ട, അതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. അതൊന്നും സാരമില്ല മോളെ. ഒന്നുമില്ലേലും നിന്റെ മേലുദ്യോഗസ്ഥനല്ലേ? പറഞ്ഞു വെച്ചിട്ട് പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ? എന്നാലും അത് വേണോ അപ്പച്ചി? അത് തെറ്റൊന്നുമില്ല മോളെ. നമുക്ക് അവരുമായി ബന്ധമൊന്നുമില്ലേലും അയൽക്കാരാ. കറി ഇവിടെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞേക്കും മോനെ. ഗുരുവായൂരപ്പാ, ആ കടമ്പയും കടന്നു കിട്ടി. മോളെ, വേഗം അടുക്കളയിലോട്ട് ചെല്ല്. ശരി അപ്പച്ചി.
ഇഷ്ടമുള്ള കറികളൊക്കെ കുഞ്ഞിന് പ്രത്യേകം വെച്ചിട്ടുണ്ട്. വേഗം വിളമ്പടോ, വിശക്കുന്നു. നിങ്ങൾ എവിടെ പോയി? ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതമ്മേ. കൊള്ള, ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നാൽ കുഞ്ഞിന്റെ കാലിൽ തോട്ടപ്പുഴു കടിക്കില്ല ഉണ്ണി. അവള് ചെരുപ്പിട്ടിട്ടുണ്ടമ്മേ. തോന്നില്ലേ? ചെരുപ്പിട്ടിട്ടുണ്ടെങ്കിലും തോട്ടപ്പുഴു കടിക്കും ഇല്ലേ? ഓ, കടിക്കും കടിക്കും. ആ മോളെ, നീ വേഗം കൊണ്ടുപോയി അവിടെ കാല് ചൂടുവെള്ളത്തിൽ കഴുകൂ. ഉണ്ണി ഇവിടെ വരൂ. ഓ, ഇരിക്കൂ. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. എന്താമ്മേ? ബാലന്റെ വിവാഹ കാര്യത്തെ പറ്റി എനിക്കല്പം സംസാരിക്കാനുണ്ട്. തമ്പി, തമ്പി ഇല്ലേ അവിടെ? ഞാനിവിടെ ഉണ്ടല്ലോ. ആ, ഇവിടെ വരൂ. നിങ്ങൾ അവിടെ ഇരി മനുഷ്യ. ഒന്ന് ക്ഷമിച്ചു കള രാജലക്ഷ്മി. ഒന്നുമില്ലെങ്കിൽ അവർ ഒത്തിരി ആളുകളെ തൂക്കിക്കൊന്നിട്ടുള്ളതല്ലേ. അതിന് നിങ്ങളെ അവരൊപ്പം അങ്ങനെ തൂക്കി കൊല്ലണ്ട. ഓ, അതിന് നീ ഉണ്ടല്ലോ. ആ, തമ്പി ഇരിക്കൂ. സുലോചനയുടെ കോളേജ് തുറക്കാറായി. ബിന്ദുമോളെ നഴ്സറി സ്കൂളിലും ചേർക്കണം. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച പോവും. നമ്മൾ പറഞ്ഞ കാര്യം കല്യാണ കാര്യമല്ലേ, അതേക്കുറിച്ച് ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണമ്മേ. എങ്കിൽ കല്യാണം നടന്നതുപോലെ അങ്ങ് കരുതുക. അടുത്ത ആഴ്ച ഉണ്ണികൃഷ്ണൻ വരുമ്പോൾ ഞാൻ ബാലനെ ഇങ്ങോട്ട് അയക്കാം. പെണ്ണും ചെറുക്കനുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ. അതൊരു നല്ല കാര്യമാണ്. ബാലൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. അത്രയും സ്വാതന്ത്ര്യമെങ്കിലും അവന് കൊടുക്കണം അമ്മേ. ഞാനെന്ന് തീരുമാനിച്ചാൽ അവൻ അതിൽ നിന്ന് അണുവിടെ മാറില്ല. എന്തായാലും കല്യാണ കാര്യമല്ലേ, അവര് തമ്മിലൊന്ന് കാണുന്നത് നല്ലതാ. ഓൾ റൈറ്റ്. ഞായറാഴ്ച ഞങ്ങൾ പുറപ്പെടുന്ന വിവരത്തിന് ബാലൻ ഒന്ന് ഫോൺ ചെയ്തേക്കൂ. ശരി, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ഞാൻ ഫോൺ ചെയ്യാം. ഞാൻ ചെയ്തോളാന്ന്. ഉണ്ണി, ഇവിടെ ഇരിക്കൂ. ദാ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും. അരി ഇട്ടതൊക്കെ മതി, അമ്മ വരുന്നുണ്ട്. ഇന്നല്ല, അടുത്ത ഞായറാഴ്ച. ആശ്വാസം. അതുവരെ നിൽക്കാമല്ലോ. വേണ്ട വേണ്ട, ഇപ്പോഴേ പോയിക്കോളൂ. എന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ ഞാൻ തനിക്കൊരു കത്ത് തരാം. അതുകൊണ്ട് ഒന്ന് കൊടുത്താൽ അയാളുടെ കമ്പനി തനിക്കൊരു ജോലി വരും. ഓക്കെ? ഭഗവാനെ, ഗുരുവായൂരപ്പാ, കലിയുഗത്തിലെ പ്രത്യക്ഷ. പ്രാർത്ഥനയൊക്കെ പിന്നെ. ഇവിടെ എല്ലാം ഉടനെ ക്ലീൻ ചെയ്ത് പഴയപോലെ ആക്കണം. അമ്മ ഒന്ന് നോക്കിയാൽ ഒരു സംശയം തോന്നരുത്. എന്നിട്ട് ഉടനെ സ്ഥലം വിട്ടോണം. കുഞ്ഞേ, കുഞ്ഞേ, കൊച്ചമ്മ വന്നോ? ആ, വന്നു. ചതിച്ചോ? പേടിക്കണ്ട, അമ്മ വന്നിട്ടില്ല. ഭഗവാനെ, രക്ഷപ്പെട്ടു. ഈശ്വരമുള്ള ചേരൻ വരാൻ എന്താ ഇത്ര താമസിച്ചേ? എന്റെ പൊന്നു കുഞ്ഞെ, എഴുത്ത് വരുമ്പോ ഞാൻ വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ടാണ് വൈകിപ്പോയത്. ആ, അമ്മ ഇന്നെപ്പോഴെങ്കിലും വരും. ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? അല്ല, സാധനങ്ങളെല്ലാം ഇരുന്നോടത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ. അതൊക്കെ പിന്നെ ആര് കൊണ്ടുപോകാൻ? പേടി കൊണ്ട് ചോദിച്ചു പോയതാണ് കുഞ്ഞെ. അല്ല, ഈ സീറ്റുണ്ടെല്ലാം ഇവിടെ ഇട്ടതാരാ? വന്ന് കയറുമ്പോ ഇത് കണ്ടാ മതി, എന്റെ കച്ചവടം ഒതുക്കിയത് തന്നെ. അയ്യോ, അമ്മ വരുന്നുണ്ട്. ഭഗവാനെ, ചതിച്ചു. എന്റെ പോക്കറ്റിലിട്ടില്ലേ? എന്റെ കുറെ എവിടെ? അയ്യോ, എല്ലാരും വന്നോ? ഈശ്വരല്ലേ, അമ്മ വന്നു. ആ, എന്തൊക്കെയാ ഈശ്വരപ്പിള്ളി വിശേഷങ്ങൾ? ഉത്തരവ് വിശേഷങ്ങളായിട്ട് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. യാത്രയൊക്കെ ആ, രസമായിരുന്നു. ഹോട്ടലിലെ ശാപ്പാടൊക്കെ എങ്ങനെയായിരുന്നു ബാല? പരമസുഖമായിരുന്നു. സുഖമോ? സുഖം എന്ന് വെച്ചാ പിന്നെ വയറ്റിളക്കം പിടിച്ച് നാശമായി പോയി. ബാല, ബിന്ദുവിനെ നഴ്സറിയിൽ ചേർത്തോ? അത് ഞാൻ ചോദിക്കാമല്ലോ. ബാല, ബിന്ദുവിനെ നഴ്സറിയിൽ ചേർത്തോ? അമ്മ ഫോൺ ചെയ്ത് അന്ന് തന്നെ ആ ജോലി തീർത്തു. ഗുഡ്. ഇതൊക്കെ തുടച്ചിട്ട് ഒരുപാട് ദിവസമായി തോന്നുന്നില്ല ഈശ്വരപ്പിള്ളേ? ഉത്തരവ് കാലത്തും വൈകിട്ടും തുടക്കുന്നുണ്ടായിരുന്നേ.
ഉത്തരവ്. ഈ അടുക്കളയിൽ പാചകം ചെയ്ത ലക്ഷണമുണ്ടല്ലോ. അത് അത് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ ഓരോ കാപ്പി ഉണ്ടാക്കി കുടിക്കുമായിരുന്നു. കടയിലെ കാപ്പി എന്ന് പറഞ്ഞാൽ കഷായമല്ലേ കൊച്ചമ്മേ? കഷായം. കാപ്പി മാത്രമല്ലല്ലോ ഈശ്വരപിള്ളേ, ഇവിടെ വേറെന്തൊക്കെയോ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ നമ്മൾ 1-2 ദിവസം കഞ്ഞി വെച്ചല്ലോ. അതെ 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 അതെ, കഞ്ഞിക്കറി. എനിക്ക് വയറ്റിൽ അസുഖം ഉണ്ടായപ്പോ മറന്നു അത്. അതെ 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 അതെ, ഈശ്വരമുള്ള ആ കാര്യം അങ്ങ് മറന്നുപോയി. ശരി ശരി, ഈശ്വരപിള്ള ഗോമതിയുടെ വീട്ടിൽ ചെന്ന് ജോലിക്ക് വരാൻ പറഞ്ഞേക്കൂ. ഉത്തരവ്. കുഞ്ഞെ, ഇവിടെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അതൊന്നും സാരമില്ല ഈശ്വരമുള്ള ചേട്ടാ. കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ടാ കൊച്ചമ്മ പോയത്. അതെയോ? പിന്നില്ലേ. എന്നിട്ട് ഈശ്വരമുള്ള ചേട്ടൻ എവിടെ ആയിരുന്നു? എന്റെ പൊന്നു കുഞ്ഞെ ചതിക്കല്ലേ. കൊച്ചമ്മ ഈ വിവരം അറിഞ്ഞ എന്റെ ആഫീസ് കൂട്ടും. അതൊന്നും കുഴപ്പമില്ല, വാ. എന്നെ അവിടുന്ന് പറഞ്ഞു വിടുമ്പോ എനിക്കൊരു കത്ത് തന്നിരുന്നു. അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ എനിക്കൊരു ജോലി കിട്ടി. അതിന് സാറിനോട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. പറഞ്ഞു വിടാൻ നിങ്ങൾ എവിടെയായിരുന്നു? അമ്മ പോയതിനു ശേഷം ഞാനല്ലേ സാറിന് അരിവെച്ചു കൊടുത്തത്. എനിക്ക് അരിവെപ്പൊന്നും വലിയ നിശ്ചയമില്ലായിരുന്നു. പിന്നെ അങ്ങേ വീട്ടിലെ കൊച്ചു ഒന്ന് സഹായിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങേ വീട്ടിലെ ഏത് കൊച്ച്? ഗീത കുഞ്ഞ്. സാറിന്റെ ഓഫീസിലെ സ്റ്റെനോയാ. എന്നും വന്ന് കറി വെച്ച് തരുമായിരുന്നു. കറി എന്ന് പറഞ്ഞാ എന്ത് കറിയാ? ഉഗ്രം കറി. ആ കറിയിലല്ലേ സാറ് വീണുപോയത്. ഓഹോ, സാർ എപ്പോ വരും? അവൻ വരാൻ വൈകും. നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേര് സുഗുണേന്ദ്രൻ. ഇനി ഒരിക്കൽ സാർ ഉള്ളപ്പോ വരാം. ജോലി കിട്ടിയ കാര്യം പ്രത്യേകം പറയാം. എന്റെ പൊന്നു കൊച്ചമ്മേ. നോ, അവനെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. താൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് ധൈര്യമായിരുന്നു എനിക്ക്. പക്ഷെ അവനെ അവന്റെ വഴിക്ക് വിട്ടിട്ട് താൻ പോയി. താൻ ചെയ്ത എന്താണെന്ന് അറിയാമോ? വിശ്വാസവഞ്ചന. കൊച്ചമ്മേ, ഈശ്വരനെ വിചാരിച്ച് ഞാൻ പറയുന്നു ഒന്ന് ശബ്ദിച്ചു പോരുത്. ഇനി തന്നെ ഇവിടെ വേണ്ട. പെട്ടിയെടുത്തോണ്ട് പോയിക്കോളൂ. എല്ലാം കാണാൻ മുഖങ്ങൾ കാണുന്നുണ്ടല്ലോ.